Welcome to my channel. My name is Prajith. Today we are going to study about sacrifice ratio at the time of admissions of a new partner. നമ്മൾ ഇന്ന് അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ണർ എന്നുള്ള ഭാഗത്തിലുള്ള സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുന്ന വിധമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് തൊട്ട് 5 എപ്പിസോഡുകളിലായി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ നമ്മൾ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു സീ പ്ലീസ് പ്രസ് ദ ഐ ഐക്കൺ ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്ക്രീൻ. എന്താണ് സാക്രിഫൈസ് റേഷ്യോ? ഒരു പാർട്ണറെ ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതുതായിട്ട് എടുക്കുന്ന സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സ് പുതിയ പാർട്ണർ കൊണ്ടുവന്നിരിക്കുന്ന ഗുഡ്വിൽ ഷെയർ ചെയ്യുവാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോ. അപ്പോൾ ഒരു പുതിയ പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് കൊണ്ടുവരുമ്പോൾ പഴയ പാർട്ട്നേഴ്സിന് നഷ്ടപ്പെടുന്ന റേഷ്യോവിനെ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയാം. വാട്ട് ഈസ് സാക്രിഫൈസ് റേഷ്യോ? The ratio in which the old partners agreed to forgo their share of profit in favor of new partner or incoming partner is called sacrifice ratio. അപ്പോൾ ഒരു പുതിയ പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിനെ നഷ്ടപ്പെടുന്ന അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോവിനെയാണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ്? ദ റേഷ്യോ ഇൻ വിച്ച് the old partners agree to forgo their share of profit in favor of incoming partner at his admission is called a sacrifice ratio. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്? This is the ratio in which the old partners share the premium amount brought by the new partner as his share of goodwill. ഒരു പുതിയ പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 2 പൈസ അവർ കൊണ്ടുവരേണ്ടി വരും. 2 തരത്തിലുള്ള എമൗണ്ട് കൊണ്ടുവരേണ്ടി വരുന്നു. ഒന്ന്, ഹിസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ. അയാളെ ഒരു എമൗണ്ട് ഹി മസ്റ്റ് ബ്രിങ് എ സർട്ടൻ എമൗണ്ട് ആൻ അഗ്രീഡ് എമൗണ്ട് ഇൻ ടു ദ പാർട്ണർഷിപ്പ് ഫേം ആസ് ഹിസ് ക്യാപിറ്റൽ. പുതുതായിട്ട് വരുന്ന പാർട്ണറെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു എമൗണ്ട് പാർട്ണർഷിപ്പ് ഫേമിലേക്ക് കൊണ്ടുവരണം. അത് എന്തിനു വേണ്ടി കൊണ്ടുവരുന്നതാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫോർ ഗെറ്റിംഗ് ദ ഷെയർ ഓഫ് അസറ്റ്സ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം. അതുപോലെ തന്നെ പുതിയ പാർട്ണറിന് പുതുതായിട്ട് ആ പാർട്ണർഷിപ്പ് ചേർന്നതിന് ശേഷം ഫ്യൂച്ചർ പ്രോഫിറ്റിനകത്ത് ഒരു റൈറ്റ് ഉണ്ടാവും. ഫ്യൂച്ചർ പ്രോഫിറ്റിനുള്ള റൈറ്റ് കിട്ടാൻ പുതുതായിട്ട് വരുന്ന പാർട്ണർ അവിടെ ഒരു എമൗണ്ട് കൊണ്ടുവരേണ്ടി വരും ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. ഇങ്ങനെ കൊണ്ടുവരുന്ന ഗുഡ്വിൽ എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് വീതം വെച്ചെടുക്കാം. ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ട പൈസയാണിത്. ഓൾഡ് പാർട്ട്നേഴ്സ് അത് ഏത് റേഷ്യോയിലാണ് വീതം വെക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സ് will share the amount brought by the new partner as his share of goodwill into the partnership firm in their sacrificing ratio. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ സാക്രിഫൈസ് റേഷ്യോയിലാണ് പുതിയ പാർട്ണർ കൊണ്ടുവന്നിരിക്കുന്ന ഗുഡ്വിൽ എമൗണ്ട് വീതം വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഗുഡ്വിൽ എമൗണ്ട് വീതം വെക്കുന്ന കാര്യത്തിന് വേണ്ടി മാത്രമാണ് സാക്രിഫൈസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പുതുതായിട്ട് ഒരു പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് കൊണ്ടുവന്നാൽ പഴയ പാർട്ട്നേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭവീതത്തിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന നഷ്ടം, ആ നഷ്ടത്തിനെയാണ് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. ആ നഷ്ടത്തിന്റെ തോതനുസരിച്ചിട്ടാണ് പുതിയ പാർട്ണർ കൊണ്ടുവന്നിരിക്കുന്ന ഗുഡ്വിൽ അവർ വീതിച്ചെടുക്കുന്നത്. സോ ദ മെയിൻ പർപ്പസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് സാക്രിഫൈസിംഗ് റേഷ്യോ ഈസ് എന്താണ്? ദിസ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ണർ ഷെയർ ദ എമൗണ്ട് ബ്രോട്ട് ബൈ ദ ന്യൂ പാർട്ണർ ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ടു ദ ഫേം. അപ്പോൾ ഒരു പുതിയ പാർട്ണറെ ഗുഡ്വില്ലായിട്ട് കൊണ്ടുവരുന്ന പൈസ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതം വെച്ചെടുക്കേണ്ടതുണ്ട്. ആ വീതം വെച്ചെടുക്കുന്നതിന്റെ ആവശ്യത്തിലേക്കാണ് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞായിരുന്നു, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. പുതുതായിട്ട് ഒരു പാർട്ണറെ പാർട്ണർഷിപ്പ് ഫേമിൽ വന്നു കഴിഞ്ഞാൽ അയാൾ കണക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ പഴയ റേഷ്യോ മാറി പുതിയൊരു റേഷ്യോ വരുന്നു. ആ റേഷ്യോ കണ്ടുപിടിക്കുന്ന വിധം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? പുതിയ പാർട്ണർ കൊണ്ടുവന്ന ഗുഡ്വിൽ എമൗണ്ട് വീതം വെച്ചെടുക്കുന്നതിന് ഒരു റേഷ്യോ വേണം. പുതിയ പാർട്ണർ കൊണ്ടുവന്നിരിക്കുന്ന ഗുഡ്വിൽ എമൗണ്ട് ഓൾഡ് പാർട്ണേഴ്സ് വീതം വെച്ചെടുക്കുന്ന റേഷ്യോ ആണ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഇത് പ്രധാനമായിട്ടും സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുന്ന 3 സർക്കംസ്റ്റാൻസസുകളുള്ളത്. 3 തരത്തിലുള്ള സർക്കംസ്റ്റാൻസസ് ഉണ്ടാവും സാക്രിഫൈസ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ഒന്ന്, ഇഫ് ദ ഓൾഡ് പാർട്ണർ സാക്രിഫൈസ് their share in favor of incoming partners in the old ratio. ഇനി ഒരു പുതിയ പാർട്ണർ വരുമ്പോൾ ഓൾഡ് പാർട്ണേഴ്സ് പുതിയ പാർട്ണർ കൊടുത്തിരിക്കുന്ന പുതിയ ലാഭവിഹിതം അവർ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അവർ കൊടുക്കുന്നത്? they are sacrifice in favor of old partner in their old ratio. പഴയ പാർട്ണേഴ്സ് അവരുടെ ലാഭത്തിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കുവാണ്, സാക്രിഫൈസ് ചെയ്യാണ്. ആ സാക്രിഫൈസ് ചെയ്യുന്നത് ഓൾഡ് റേഷ്യോയിലാണെങ്കിൽ there is no need to find out sacrifice ratio because
the old ratio must be equal to, the old ratio is equal to sacrifice ratio. Old ratio sacrifice ratio same ആയിരിക്കും. എങ്ങനെ വരുമ്പോഴാണ് old ratio sacrifice ratio same ആയിട്ട് വരുന്നത്? If old partners sacrifice their share of profit in favor of incoming partner in their old ratio. പുതിയതായിട്ട് വരുന്ന പാർട്ട്ണറിന് പുതിയതായിട്ട് വരുന്ന പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യുന്നത് അവരുടെ ഓൾഡ് റേഷ്യോയിലെ അനുപാതത്തിലാണെങ്കിൽ ഓൾഡ് റേഷ്യോയും സാക്രിഫൈസിംഗ് റേഷ്യോയും സെയിം ആയിരിക്കും. സോ ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു സാക്രിഫൈസ് റേഷ്യോ. ഇൻ ദിസ് സർക്കംസ്റ്റൻസസ് the old partners can share the amount brought by the new partner as goodwill into the partnership firm in their old profit sharing ratio itself. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ചിലപ്പോൾ ഇതിന്റെ ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ലാഭം സ്പെസിഫൈ ചെയ്യും. അതായത് സംടൈംസ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ഇൻകമിംഗ് പാർട്ട്ണർ അക്വയർ ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സ് വിൽ ബി സ്പെസിഫൈഡ്. പുതുതായിട്ട് വരുന്ന പാർട്ട്ണറുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെ പുതുതായിട്ട് വരുന്ന പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അയാള് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അകത്ത് ഏതൊക്കെ റേഷ്യോയിലാണ് അക്വയർ ചെയ്തത് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ സാക്രിഫൈസിംഗ് റേഷ്യോ നമ്മൾ മറ്റൊരു തരത്തിൽ കണ്ടുപിടിക്കാനും അവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു ന്യൂ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇൻ ടു ദ റേഷ്യോ സ്പെസിഫൈഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും എയുടെ മൊത്തത്തിലുള്ള പുതിയ പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ ഇത്ര ഭാഗം ഒരു പർട്ടിക്കുലർ പാർട്ട് ഒരു പാർട്ട്ണറും മറ്റൊരു ഭാഗം ബാക്കി ഭാഗം മറ്റേ പാർട്ട്ണറും സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുക ന്യൂ പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോവിനെ ഇൻടു അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക സ്പെസിഫൈഡ് റേഷ്യോ മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. സോ sacrificing ratio is equal to new partners profit sharing ratio into the specified ratio mentioned in the question. Okay, there you will get the old partners sacrificing ratio. And last one, sometime the new profit sharing ratio of all the partners will be mentioned in the question. ചിലപ്പോൾ ന്യൂ പാർട്ട്നേഴ്സിന്റെ എല്ലാ പാർട്ട്നേഴ്സിന്റെയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ക്വസ്റ്റിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് രണ്ട് പാർട്ട്നേഴ്സ് ഉള്ളെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സിന്റെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാവും. മൂന്നാമതൊരു പാർട്ട്ണർ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോവും കോസ്റ്റിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഓൾഡ് റേഷ്യോ ഉണ്ടാവും, ന്യൂ റേഷ്യോ ഉണ്ടാവും. സോ സാക്രിഫൈസർ റേഷ്യോയുടെ കണ്ടുപിടിക്കൽ വളരെയധികം ഈസിയാണ്. ദർ ഇസ് എ ഫോർമുല ഫോർ ഫൈൻഡിങ് ഔട്ട് സാക്രിഫൈസർ റേഷ്യോ. വാട്ട് ഈസ് ദ ഫോർമുല? സാക്രിഫൈസിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. പഴയ റേഷ്യോയിൽ നിന്ന് പുതിയ റേഷ്യോ മൈനസ് ചെയ്താൽ നഷ്ടപ്പെട്ട റേഷ്യോ എത്രയാണെന്ന് മനസ്സിലാവും. സോ വി ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. പ്ലീസ് സീ ദ എക്സാമ്പിൾ ഓൺ ദ ബോർഡ്. P and Q are partners sharing profits and losses equally. R is admitted as a partner and the new ratio is fixed as 4:3:2. Calculate the sacrificing ratio. ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ടൊന്ന് നോക്കുക. P and Q are partners sharing profit and losses equally. രണ്ട് പാർട്ട്നേഴ്സ് ഉള്ളത് പിയും ക്യൂ ആണ്. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈക്വലി ആണ്. ദാറ്റ് മീൻസ് 1:1. ദാറ്റ് മീൻസ് പി വിൽ ഗെറ്റ് 1/2 ആൻഡ് ക്യൂ ഓൾസോ വിൽ ഗെറ്റ് 1/2, half each. They admitted R as a new partner into that partnership firm. Then their new profit sharing ratio is 4:3:2. That means P will get a 4 plus 3 plus 2. So 9. 4/9. Then Q will get a 3/9 and Q will get a 2/9. So their new profit sharing ratio 4:3:2 means 4/9, 3/9 and 2/9. Calculate the sacrificing ratio. Here the formula for finding out sacrificing ratio is old ratio minus new ratio. So here we know the old ratio of P and Q. Old ratio of P is 1/2 and old ratio of Q also 1/2. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ റേഷ്യോ മൈനസ് ചെയ്യണം. ഇപ്പോൾ ന്യൂ റേഷ്യോ ഓഫ് P 4/9 ആണ്. 4:3:2 പിയുടേത് 4 ആണ്, ക്യൂവിൻ്റെത് 3 ആണ്, ആറിൻ്റെത് 2 ആണ്. സോ പിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 4/9 ആണ്. സോ പിയുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ടുള്ള 1/2 നിന്ന് ന്യൂ റേഷ്യോ 4/9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്
1/18. അപ്പോൾ ഇവിടെ നമ്മൾ LCM കണ്ടുപിടിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. 2 × 9 × LCM 18. സോ അത് നോക്കിക്കഴിഞ്ഞാൽ 9 - 8 = 1. Then same way we can find out the sacrificing ratio of Q. Q's old ratio is 1/2 as per question, and C's new profit sharing ratio is 3/9 as per question. Therefore, his sacrificing ratio will be old ratio minus new ratio, that is 1/2 minus 3/9. 2 ൻ്റെയും ഡിനോമിനേറ്റർ എടുക്കുക, ഡിനോമിനേറ്ററുടെ LCM കണ്ടുപിടിക്കുക. 3 × 9 × LCM 18. 18ലെ 2 9 times 9 × 1 9. 18ലെ 9 2 times 2 × 3 6. So 9 - 6 is equal to 3. 3/18. Therefore, their sacrificing ratio, that means the sacrificing ratio of P and Q is 1:3. Sacrificing ratio എന്താണെന്നും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. If you like the video, please subscribe it and don't forget to press the bell icon. Thank you.